ഹായ് ഹലോ, ഞാൻ സാറ സുസൻ ഫ്രം സാറ സുസൻസ് ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗുലാബ് ജാമുനാണ്. ഇത് വളരെ ടേസ്റ്റിയും സോഫ്റ്റും തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതോടൊപ്പം തന്നെ 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് നല്ലത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽപ്പൊടി കുറേശ്ശെയായി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മുഴുവൻ പാൽപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. ഇത് പാത്രത്തിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവൻ വറ്റി നല്ല തിക്കായി വരണം. ഇപ്പം ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് നിരത്തിയിടാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഖോയ നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ. അതോടൊപ്പം തന്നെ നമുക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബേക്കിംഗ് സോഡയും മൈദയും ഖോയയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായി പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്താണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. മൊത്തം എത്ര പാൽ എനിക്ക് ആവശ്യം വന്നു എന്ന് ഞാൻ കുഴച്ചതിന് ശേഷം പറയാം. കുറച്ച് വീതം പാല് ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇതിപ്പം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ഡോ ആണ്. കണ്ടോ, എനിക്ക് 4 ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യം വന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കവർ ചെയ്ത് വേണം വെക്കാനായിട്ട്. ഞാനൊരു ക്ലിംഗ് റാപ്പ് ഇട്ടാണ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പാത്രം ഇട്ട് അടച്ചു വെച്ചാലും മതിയാവും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, അതായത് 1/2 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 5 ഏലക്കയുടെ സീഡ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ബോയിൽ ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. നമുക്കിതിനകത്ത് 1 സ്ട്രിങ് ഒന്നും ആവശ്യമില്ല, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയാൽ മതിയാവും. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. നാരങ്ങ നീര് ഒഴിക്കുന്നത് ഇത് തിരിച്ച് പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ കുഴച്ചു വെച്ച മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്ലിംഗ് റാപ്പ് ഒന്ന് മാറ്റിയിട്ട് ഈ മാവിന് കുറച്ച് വീതം എടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതായത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ അല്ലെങ്കിൽ വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ക്രാക്സ് ഉണ്ടാകാൻ പാടില്ല. കണ്ടോ? ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പ്ലേറ്റ് എടുക്കുമ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുക. ഓയിലിട്ടോ അല്ലെങ്കിൽ ബട്ടർ ഇട്ടോ ഗ്രീസ് ചെയ്താൽ മതിയാവും. അതായത് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ പ്ലേറ്റിൽ ഒട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രീസ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവ് മുഴുവൻ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചട്ടിയിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ എടുത്ത് മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ മീഡിയം ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഗുലാബ് ജാമുൻ ബോൾസ് അതിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം.
ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സ്പൂണ് കൊണ്ട് എണ്ണ ഒന്ന് അനക്കി കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതായത് ആ ഗുലാബ് ജാമുൻ ബോൾസിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്രാക്ക് ആകും, അതോടെ നമ്മുടെ ഗുലാബ് ജാമുൻ നാശാവും. അപ്പോൾ ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് 2 മണിക്കൂർ നമ്മൾ അങ്ങനെ വച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഗുലാബ് ജാമുനിൽ ആ ഷുഗറൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല സോഫ്റ്റും നല്ല ജ്യൂസിയുമായിട്ടും വരും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.